ഹായ് ഹലോ നമസ്കാരം. എഫർ ഫ്ലൈ ബേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ സൺഗുണൂർ പെയേഴ്സാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഈ പെയേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും കൂട്ടിലിട്ട് വളർത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തെല്ലാം ഒരു കൂട്ടിലേക്ക് കുറേ ബേർഡ്സ് എന്ന്. അപ്പോൾ ഇവർ ബ്രീഡിങ് പെയേഴ്സ് അല്ല, ബ്രീഡിങ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പെയേഴ്സാണ്. പക്ഷേ അപ്പോൾ ഞങ്ങളുടെ കിളി വീട്ടിൽ കുറേ പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾക്ക് പെയേഴ്സ് ആക്കി തരാൻ പറ്റുമോ, ബേർഡ്സിനെ പെയേഴ്സ് ആക്കി തരാൻ പറ്റുമോ, അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ പെയേഴ്സാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 30 പെയറാണ് ഈ കൂട്ടിലുള്ളത്. അപ്പോൾ ഇവർ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ സ്വന്തം സൺഗുണൂർ ബേബീസ് ആയിരുന്നു. അപ്പോൾ അവർ എന്നിട്ട് അമ്മയും അച്ഛനെയും കയ്യിൽ നിന്ന് എഗ്ഗ് ചെയ്ത് അവരെ എന്നെ വളർത്തി. പിന്നെ ഒരു ഏകദേശം എന്നിട്ട് നമ്മൾ തനിയെ ഫുഡ് കൊടുക്കേണ്ട ഒരു പ്രായത്തിൽ നമ്മൾ എടുത്ത് വളർത്തിയിട്ടുള്ള ബേബീസാണ്. ഇപ്പോൾ അവർ പെയേഴ്സാണ്. അത് നമ്മൾ DNA കൊടുത്ത് അതിൽ ആണാണോ പെണ്ണാണോ, അതായത് ജെൻഡർ മനസ്സിലാക്കി നമ്മൾ പെയർ തിരിച്ചിട്ടുള്ള ബേബി ബേർഡ്സ് ആയിരുന്നു. അപ്പോൾ അവരിപ്പോൾ വളർന്ന് പെയേഴ്സാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 30 പെയേഴ്സാണ് ഈ കൂട്ടിലുള്ളത്. അപ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. ചിലർ 30 പെയർ ചോദിക്കും, ചിലർ 50 പെയർ ചോദിക്കും, ചിലർ 1 പെയർ ചോദിക്കും. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമ്മളങ്ങനെ ആക്കി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളാണ്, അതായത് കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല, പെയേഴ്സായിട്ടുണ്ട്. ഇപ്പോൾ അഡൾട്ട് സ്റ്റേജാണ്. അവരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കുറേ പേർക്ക് ഇതുപോലെ ആഗ്രഹങ്ങളുണ്ടാവും പെയറാക്കി തരാൻ പറഞ്ഞിട്ട്. ചിലർക്ക് കുഞ്ഞ് കുട്ടിയായിട്ട് വളർന്നിട്ട് തന്നാൽ മതി എന്ന് പറയും, ചിലർ പെയറാക്കി തന്നാൽ മതി എന്ന് പറയും, ചിലർ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രീഡിങ് ചെയ്തിട്ടുള്ള പെയറിനെ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞു കുട്ടീനെ വളർത്തുന്നവർക്ക് ശരിക്കും പെറ്റായി വളർത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കുഞ്ഞിലെ തരാൻ പറയുന്നവർ. അപ്പോൾ അതുപോലെ പെയേഴ്സാക്കി തരാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സംരംഭം ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതുപോലെ കുറേ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് വേണ്ടിയിട്ട് ചോദിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇഷ്ടാനുസരണമാണ് അങ്ങനെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ഫാമിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നമ്മളുടെ ഏകദേശം ഒരു 150 പെയറോളം നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ജെൻഡർ നോക്കി, അതായത് DNA എടുത്ത് ജെൻഡർ നോക്കി പെയർ തിരിച്ച് അവരെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് മക്കാവ് കുഞ്ഞു കുട്ടികളെ നമ്മളുടെ അവിടെ ബ്രീഡിങ് ഇല്ലെങ്കിലും നമ്മൾ മക്കാവിന് ഇതുപോലെ ചെയ്ത് കൊടുക്കും, ഗ്രാപ്പ് പാരറ്റിന് ചെയ്ത് കൊടുക്കും, പിന്നെ പൈനാപ്പിൾ കൊണൂറിനെ ഇതുപോലെ പെയർ ആക്കി തിരിച്ചു കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോയിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോയുടെ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ലക്കി ഡ്രോ നല്ല വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം. അതുപോലെ നമ്മുടെ ഫാമിൽ നിന്ന് ആവശ്യാനുസരണം കണവനാക്ക്, നമ്മുടെ കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹാൻഡ് ഫീഡിങ് ഫോർമുലാസ് കൊടുക്കുന്നുണ്ട്, സിറിഞ്ച്, ഹാൻഡ് ഫീഡിങ് ചെയ്യാനുള്ള സിറിഞ്ച്, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ബേർഡ്സിന് ആവശ്യമുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ ഈ തന്നിട്ടുള്ള നമ്പറിൽ, ഈ വീഡിയോയിൽ കാണാൻ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അതൊക്കെ നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബേർഡ്സിനെ ആയാലും കൊറിയർ വഴി നമ്മുടെ ബേർഡ്സിൻ്റെ, അതായത് അനിമൽസിൻ്റെ കൊറിയർ സർവീസ് വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലുള്ള നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലോ ചോദിച്ചാൽ മതി, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ഫാമിലിയുള്ളൊരു സേവനം നിങ്ങളെ അറിയിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ഇടയ്ക്ക് തലയ്ക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതേ ബേസ്ഡ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.